ബദർ യുദ്ധചരിത്ര പശ്ചാത്തലം. ഹിജറയ്ക്ക് ശേഷം 2-ാം ഹിജറി വർഷം ക്രിസ്താബ്ദം 624 റമളാൻ മാസത്തിൽ നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഇത് മദീനയിലെ മുസ്ലിം സമൂഹത്തിനും മക്കയിലെ ഖുറൈഷ് സൈന്യത്തിനുമിടയിലെ ആദ്യത്തെ വലിയ യുദ്ധമായിരുന്നു. മുസ്ലിംകൾ വർഷങ്ങളോളം മക്കയിൽ പീഡനം സഹിച്ച ശേഷം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. എന്നാൽ ഖുറൈഷികൾ മുസ്ലിംകളെ തകർക്കാൻ വലിയ സൈന്യത്തെ ഒരുക്കി. മദീനയിലെ ചെറിയ മുസ്ലിം സമൂഹം ഒരു വലിയ പരീക്ഷണത്തിന്റെ മുന്നിൽ നിന്നു. മക്കയിലെ ഖുറൈഷ് സൈന്യം 1000 യോദ്ധാക്കൾ, മുസ്ലിംകൾ വെറും 313 പേർ മാത്രം. കുതിരകൾ കുറവ്, ആയുധങ്ങൾ കുറവ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ശക്തിയുണ്ടായിരുന്നു. അത് ഈമാനായിരുന്നു. യുദ്ധത്തിനു മുൻപുള്ള രാത്രി നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂടാരത്തിനുള്ളിൽ. അവർ കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തു. യാ അല്ലാ, ഈ ചെറിയ സംഘം ഇന്ന് തോറ്റാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല. അവർ അത്രയും ദുആ ചെയ്തു. അവരുടെ മേലങ്കി തോളിൽ നിന്ന് വീണു. അപ്പോൾ അബൂബക്കർ അതെടുത്തു പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹ് നിങ്ങളുടെ ദുആ സ്വീകരിക്കും. 2 സൈന്യങ്ങളും നേർക്കുനേർ. അറബികളുടെ പഴയ പതിവ് പോലെ ആദ്യം ഒറ്റയാൾ പോരാട്ടം. ഖുറൈശികളിൽ നിന്ന് മുന്നോട്ട് വന്നത് 3 ശക്തരായ യോദ്ധാക്കൾ: ഉത്ബ ഇബ്നു റബിയ, ഷൈബ ഇബ്നു റബിയ, വലീദ് ഇബ്നു ഉത്ബ. അവർ വെല്ലുവിളിച്ചു, മുഹമ്മദിന്റെ ഭാഗത്തുനിന്ന് ആരാണ് നമ്മെ നേരിടാൻ വരുന്നത്? മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഒരു മഹാധീരൻ മുന്നോട്ടു വന്നു. ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ അമ്മാവൻ, അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം. ഹംസ റളിയല്ലാഹു അൻഹു നേരിട്ടത് ഷൈബ ബിൻ റബിയ. വാളുകൾ ഏറ്റുമുട്ടി, മണൽ പൊങ്ങിപ്പറന്നു. ഒരു ശക്തമായ പ്രഹരം. ഷൈബ നിലത്തു വീണു. മുസ്ലിം സൈന്യത്തിൽ ആത്മവിശ്വാസത്തിന്റെ തീ പടർന്നു. ഷൈബയെ ഹംസ റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തി. 2ാമത്തെ പോരാട്ടം. ഇസ്ലാമിന്റെ ധീരനായ പോരാളിയായ അലി ഇബൻ അബി താലിബ്. വയസ്സുകുറവ്, പക്ഷേ ധൈര്യം. ഒരു സൈന്യത്തെ മൊത്തം തകർക്കാൻ കഴിയുമായിരുന്നു. അവൻ നേരിട്ടത് വലീദ് ബിൻ ഉത്ബ. വാളുകൾ വീണ്ടും ഏറ്റുമുട്ടി. ഒരു വേഗത്തിലുള്ള നീക്കം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാള് വീശി. വലീദ് മണലിലേക്ക് വീണു. അലി റളിയല്ലാഹു അൻഹു വാലിദ് ബിൻ ഉത്ബയെ പരാജയപ്പെടുത്തി. 3ാമത്തെ പോരാട്ടം കഠിനമായി നീണ്ടു. ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു ഉത്ബ ബിൻ റബിയയെ നേരിട്ടു. പോരാട്ടം ശക്തമായി. അപ്പോൾ ഹംസ റളിയല്ലാഹുവും അലി റളിയല്ലാഹുവും മുന്നോട്ടു വന്നു. അവസാനം ഖുറൈഷിന്റെ 3 യോദ്ധാക്കളും തോറ്റു. ആ നിമിഷം മുസ്ലിം സൈന്യത്തിന്റെ ആത്മവിശ്വാസം ആകാശത്തെത്തി. യുദ്ധം ആരംഭിച്ചു. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ നിരപ്പായി നിർത്തി. റസൂൽ പറഞ്ഞു, എഴുന്നേറ്റു നിൽക്കൂ. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. റസൂൽ ഒരു പിടി മണലെടുത്ത് ശത്രുക്കളുടെ ദിശയിലേക്കെറിഞ്ഞു. റസൂൽ പറഞ്ഞു, മുഖങ്ങൾ നശിച്ചുപോകട്ടെ. ഖുർആൻ പിന്നീട് പറഞ്ഞു, നീ എറിഞ്ഞപ്പോൾ നീ അല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. ആ ദിവസം ചെറിയൊരു സൈന്യം, വലിയൊരു വിശ്വാസം, അല്ലാഹുവിന്റെ സഹായം. അവസാനം ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഈ ദിവസം ഖുർആനിൽ അറിയപ്പെടുന്നത് യൗമുൽ ഫുർഖാൻ, സത്യം അസത്യം വേർതിരിഞ്ഞ ദിവസം. 313 പേർ മാത്രം. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു ശക്തിയുണ്ടായിരുന്നു, ഈമാൻ. അതിനാലാണ് ബദർ ഇന്നും ചരിത്രത്തിൽ വിശ്വാസത്തിന്റെ വിജയം എന്നറിയപ്പെടുന്നത്.